നമ്മെ ചേർത്തിടുവാൻ നടുവാനത്തിൽ ദൂതരുവാൻ പ്രതിഫലം തന്നിടുവാൻ യേശുരാജൻ വന്നിടുവാൻ അധികമില്ലിനിയും നാളുകൾ നമ്മുടെ ആദികൾ തീർത്തിടുവാൻ അധികമില്ലിനിയും നാളുകൾ നമ്മുടെ ആദികൾ തീർത്തിടുവാൻ തിരുനാമത്തിനാൽ മണ്ണിൽ നിന്നവൻ സഹിച്ചവരെ തിരുനാമത്തിനാൽ മണ്ണിൽ നിന്നവൻ സഹിച്ചവരെ തിരുസന്നിധം ചേർത്തു തൻ കൈകൾ അവരുടെ കണ്ണുനീർ തുടച്ചിടുവാൻ തിരുസന്നിധം ചേർത്തു തൻ കൈകൾ അവരുടെ കണ്ണുനീർ തുടച്ചിടുവാൻ പ്രതിഫലം തന്നിടുവാൻ യേശുരാജൻ വന്നിടുവാൻ അധികമില്ലിനിയും നാളുകൾ നമ്മുടെ ആദികൾ തീർത്തിടുവാൻ അധികമില്ലിനിയും നാളുകൾ നമ്മുടെ ആദികൾ തീർത്തിടുവാൻ സ്വന്തജനത്തിനെല്ലാം പല പീഡകൾ ചെയ്തവരെ സ്വന്തജനത്തിനെല്ലാം പല പീഡകൾ ചെയ്തവരെ വന്നു ബന്ധിതരാം അവർ കാന്തം വരുത്തിടുവാൻ വന്നു ബന്ധിതരാം അവർ കാന്തം വരുത്തിടുവാൻ പ്രതിഫലം തന്നിടുവാൻ യേശുരാജൻ വന്നിടുവാൻ അധികമില്ലിനിയും നാളുകൾ നമ്മുടെ ആദികൾ തീർത്തിടുവാൻ അധികമില്ലിനിയും നാളുകൾ നമ്മുടെ ആദികൾ തീർത്തിടുവാൻ പിന്നിലുള്ളതുപോലെ ഇനി മണ്ണിൽ ദൈവഗീതം പിന്നിലുള്ളതുപോലെ ഇനി മണ്ണിൽ ദൈവഗീതം പരിപൂർണമായി ദൈവികരാജ്യം പരിപൂർണമായി ദൈവികരാജ്യം സ്ഥാപിതമാക്കിടുവാൻ പ്രതിഫലം തന്നിടുവാൻ യേശുരാജൻ വന്നിടുവാൻ അധികമില്ലിനിയും നാളുകൾ നമ്മുടെ ആദികൾ തീർത്തിടുവാൻ അധികമില്ലിനിയും നാളുകൾ നമ്മുടെ ആദികൾ തീർത്തിടുവാൻ കാലമെല്ലാം കഴിയും എന്നും കാൺപതെല്ലാം കഴിയും കാലമെല്ലാം കഴിയും എന്നും കാൺപതെല്ലാം കഴിയും പിന്നെ പൊതുയോഗം വീതിയും തിരികെ വരാം നാം നിത്യതയിൽ മറയും പിന്നെ പൊതുയോഗം വീതിയും തിരികെ വരാം നാം നിത്യതയിൽ മറയും പ്രതിഫലം തന്നിടുവാൻ യേശുരാജൻ വന്നിടുവാൻ അധികമില്ലിനിയും നാളുകൾ നമ്മുടെ ആദികൾ തീർത്തിടുവാൻ
പരിപൂർണമായി ദൈവികരാജ്യം ഈ പാരിലും സ്ഥാപിതമാക്കിടുവാൻ. പരിപൂർണമായി ദൈവികരാജ്യം ഈ പാരിലും സ്ഥാപിതമാക്കിടുവാൻ. പ്രതിഫലം തന്നിടുവാൻ യേശുരാജൻ വന്നിടുവാൻ. അതിനാലിനിയും നാളുകൾ നമ്മുടെ ആദികൾ തീർത്തിടുവാൻ. അതിനാലിനിയും നാളുകൾ നമ്മുടെ ആദികൾ തീർത്തിടുവാൻ. കാലമെല്ലാം കഴിയും ഇന്നു കാൺപതെല്ലാം കഴിയും. കാലമെല്ലാം കഴിയും ഇന്നു കാൺപതെല്ലാം കഴിയും. പിന്നെ പുതുയുഗം തിരിയും തിരികെ വരാം നിത്യതയിൽ മറയും. പിന്നെ പുതുയുഗം തിരിയും തിരികെ വരാം നിത്യതയിൽ മറയും. കാലമെല്ലാം കഴിയും ഇന്നു കാണുന്നതെല്ലാം കഴിയും. കാലമെല്ലാം കഴിയും ഇന്നു കാണുന്നതെല്ലാം കഴിയും. പിന്നെ പുതുയുഗം തിരിയും തിരികെ വരാം നിത്യതയിൽ മറയും. പിന്നെ പുതുയുഗം തിരിയും തിരികെ വരാം നിത്യതയിൽ മറയും. പിന്നെ പുതുയുഗം തിരിയും തിരികെ വരാം നിത്യതയിൽ മറയും. എസെക്കിയേൽ പ്രവചനം 36-ാം അധ്യായം 26-ാം വാക്യം. உங்களுக்கு நவமான இருதயத்தை கொடுத்து உங்கள் உள்ளத்திலே புதிதான ஆவியை கட்டளையிட்டு கல்லான இருதயத்தை உங்கள் மாம்சத்திலிருந்து எடுத்து போட்டு சதையான இருதயத்தை உங்களுக்கு கொடுப்பேன். ദൈവത്തിന് സ്തോത്രം. പകൽക്കാലം തിരുവചനത്തെ ദൈവം ആശീർവദിച്ചു തരുവാൻ ഒരു നിമിഷം കണ്ണുകളെ അടച്ച് ദൈവമേ ഞാൻ അനുഗ്രഹിക്കണമേ എന്ന് എല്ലാവരും പാടാം. ഹല്ലേലൂയ. സ്തോത്രം യേശുവേ, സ്തോത്രം 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 സ്തോത്രം. ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരാം, പുതിയൊരു ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിൽ ആക്കും. എന്റെ പ്രമാണങ്ങൾ നിങ്ങൾ അനുസരിക്കുമാറാക്കും. ഹല്ലേലൂയ. ദൈവമേ, തിരുവചനത്തിന്റെ മുന്നിൽ വരുന്നു, ഞങ്ങൾ അവിടെ നിന്ന് ആശീർവദിക്കണമേ. പുതിയൊരു ഹൃദയമുള്ളവരായ ദൈവത്തെ ആരാധിപ്പാൻ, പുതിയ ആത്മാവ് ഉള്ളവരായ ദൈവത്തെ ആരാധിപ്പാൻ, ദൈവജനം പ്രമാണിച്ചുകൊണ്ട് അങ്ങ് ആരാധിപ്പാൻ ദൈവം ഓരോരുത്തർക്കും ശക്തി കൃപയും കൊടുത്ത് അത് വരവിനായി ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വേണ്ടുപോലെ യുവജനം വിഭജിപ്പൻ കൃപ തരണം. കേൾവിക്കാർക്കത് ബുദ്ധിയിൽ പതിയിട്ട് ഹല്ലേലൂയ ഭാഗ്യവാന്മാരായി മാറട്ടെ. അവരുടെ കാര്യങ്ങളെ സമർപ്പിക്കുന്നു യേശുവിന്റെ നാമത്തിൽ പിതാവേ, ആമേൻ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. സ്തോത്രം. പകൽക്കാലം ദൈവവാദപീഠത്തിലായിരിക്കുമ്പോൾ ദൈവത്തിന്റെ ആഗ്രഹമാണ് നാം വായിച്ച വേദവാക്യം. ദൈവത്തിന്റെ ആഗ്രഹം, ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരാം. ദൈവത്തിന്റെ ആഗ്രഹമുള്ളത്. സ്തോത്രം. നമ്മെ രക്ഷിപ്പാൻ, സഹായിപ്പാൻ ദൈവത്തിന് നാം നമ്മെ അർപ്പണം ചെയ്താൽ മാത്രമേ, സമ്മതിച്ചു കൊടുത്താൽ മാത്രമേ ദൈവത്തിന് നമ്മെ രക്ഷിപ്പാൻ കഴിയുള്ളൂ. നമുക്ക് മനസ്സില്ലെങ്കിൽ ദൈവത്തിന് ഒന്നും ചെയ്യാൻ കഴിയുകയില്ല. ഒരു മനുഷ്യനെ ഭൂമിയിൽ
സൃഷ്ടിക്കുമ്പോൾ ഇവൻ നരകത്തിൽ പോകട്ടെ, ഇന്നാരും സ്വർഗത്തിൽ പോകട്ടെ എന്നുള്ളൊരു മുൻവിധിയോട് ദൈവം മനുഷ്യനെ ഭൂമിയിൽ സൃഷ്ടിച്ചില്ല. എല്ലാവരും ദൈവം ഇഷ്ടം ചെയ്ത് ദൈവ അനുഗ്രഹത്തിന് യോഗ്യരായി തീരണം എന്നുള്ള ചിന്തയോട് മാത്രമേ ദൈവം മനുഷ്യരെ സൃഷ്ടിച്ചിട്ടുള്ളൂ. അതിന് നമുക്ക് മനസ്സ് വേണം. ഈ ലോകത്തിൽ ഒരു മനുഷ്യൻ തന്നെ നമുക്കൊരു നന്മ ചെയ്യുവാൻ ആഗ്രഹിക്കുമ്പോൾ, എനിക്ക് നിന്റെ നന്മയും വേണ്ട ഒന്നും വേണ്ട കൊണ്ടുപോകുന്നു പറഞ്ഞ ഏത് മനുഷ്യനെങ്കിലും അനുഗ്രഹം നമ്മുടെ വില നമുക്ക് തരാൻ പറ്റുമോ? നമ്മുടെ മേലെ ആ അനുഗ്രഹം വർഷിപ്പിക്കുവാൻ കഴിയുമോ? കഴിയുകയില്ല. ഇതുപോലെ തന്നെ ദൈവത്തിന് മനസ്സുണ്ട്. നാം സമ്മതിച്ചില്ലെങ്കിൽ ദൈവത്തോട് ഒന്നും ചെയ്യാൻ കഴിയുകയില്ല. ഒരിക്കൽ യെരുശലേമിൽ ബെഥസ്ദ എന്നൊരു കുളമുണ്ടായിരുന്നു. കുളത്തിന് 5 മണ്ഡപമുണ്ടായിരുന്നു. ഈ മണ്ഡപത്തിൽ സൗഖ്യം ഉണ്ടാക്കുന്ന ഒരു മണ്ഡപമാണിത്. ഇതിന്റെ ചുറ്റുപാടും രോഗികൾ, കുരുടർ, മുടന്തർ, ഇങ്ങനെ ക്ഷയരോഗികൾ, ഇങ്ങനെ വിവിധ രോഗമുള്ളവർ ഈ കുളത്തിന്റെ ഇളക്കം കാത്ത് ചുറ്റുപാടും ആയിരുന്നു. ദൂതൻ കുളം കലക്കുമ്പോൾ ആദ്യം ഇറങ്ങുന്ന മനുഷ്യൻ സൗഖ്യമാവും. ഒരിക്കൽ 38 വർഷമായി ഒരു മനുഷ്യൻ അവിടെ രോഗിയായി കിടക്കുന്നു. യേശുവിനെ കണ്ടു. അവന്റെ വിവരമെല്ലാം അറിഞ്ഞു. 38 വർഷമായി ഇവൻ ഇവിടെ കിടക്കുന്നു. യേശു അറിഞ്ഞു. യേശു അവനോട് ചോദിക്കുന്നു, നിനക്ക് മനസ്സുണ്ടോ സൗഖ്യമാകാൻ എന്നാണ് യേശു ചോദിക്കുന്നത്. പ്രിയപ്പെട്ടവന്, മനസ്സില്ലാത്തവന് ആർക്കും ഒന്നും ചെയ്യാൻ കഴിയയില്ല. മനസ്സുണ്ടോ? മനസ്സുണ്ടെങ്കിൽ നമ്മെ രക്ഷിപ്പാൻ കർത്താവിന് കഴിയും. നമുക്ക് മനസ്സുണ്ടെങ്കിൽ നമ്മെ അനുഗ്രഹിക്കാൻ ദൈവത്തിന് കഴിയും. അപ്പോൾ മനസ്സ് അതിപ്രധാനമായ ഒരു വിഷയമാണ്. മനസ്സില്ലാത്ത വ്യക്തിയെ ഒരു സഹായം കൊടുക്കാനോ ഒരു സൗഖ്യം കൊടുക്കാനോ കഴിയുകയില്ല. ഈ പേരുക്കട ഭ്രാന്താശുപത്രിയിൽ പോയി കഴിഞ്ഞാൽ ഒത്തിരി രോഗികളെല്ലാം അവിടെ കൊണ്ടുവരും. മറ്റേ ഒരു ഭ്രാന്തനും എനിക്ക് സുഖമാകണമെന്ന് ആഗ്രഹമുള്ളവനല്ല. അവനെ ട്രീറ്റ്മെന്റ് ചെയ്യാൻ പെടുന്ന പാടറിയാം. അവന്റെ കയ്യും കാലും ബന്ധിച്ച് അവനെ അനങ്ങാതെ ബന്ധസ്ഥനാക്കിയിട്ട് അവന് ഇഞ്ചക്ഷനും അവന് മരുന്നും അവന്റെ ഉള്ളിലാക്കുവാൻ ആ ഡോക്ടർമാരും അവിടുത്തെ സിസ്റ്റേഴ്സും പെടുന്ന വേദന അവർക്ക് അറിയാം. കാരണം എന്തെന്ന് ചോദിച്ചാൽ ഇവനെ എങ്ങനെയെങ്കിലും ഇത്തിരി സൗഖ്യമാക്കി അയക്കണം. അപ്പോൾ നമ്മുടെ മനസ്സ് നമ്മുടെ അനുഗ്രഹത്തിന് ദൈവം ആഗ്രഹിക്കുമ്പോൾ ദൈവത്തോട് ഒരുമിച്ച് നാം സഹകരിച്ച് സമർപ്പണത്തോട് ആഗ്രഹത്തോട് ദൈവത്തോട് ചേർന്നാലേ ദൈവം ആഗ്രഹിക്കുന്ന അതേ അനുഗ്രഹവും നന്മകളും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പ്രാപിപ്പാൻ കഴിയുകയുള്ളൂ. ഇവിടെ വായിക്കുമ്പോൾ ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരുമെന്ന് ദൈവം പറയുന്നു. നിങ്ങൾക്ക് മനസ്സുണ്ടോ പുതിയൊരു ഹൃദയം കർത്താവിൽ നിന്ന് വാങ്ങാൻ? നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിലേ നടക്കുള്ളൂ. മനസ്സുണ്ടോ? ചില പ്രായം 40-50 വയസ്സായവർ പറയും, ഇപ്പോഴെന്റെ ഹൃദയം നന്നായിരിക്കുന്നു, വേറെ കുഴപ്പമൊന്നും എനിക്കൊന്നുമില്ല. ഏതെങ്കിലും അസ്വസ്ഥത, ഡാമേജ്, രോഗമോ വരുമ്പോൾ ഹൃദയം മാറ്റാം, ഇപ്പോഴും മാറ്റണ്ടെന്ന് പറയും. നല്ലൊരു യൗവനക്കാരൻ്റെ കൂടി നീ ഹൃദയം മാറ്റിത്തരാം വേണമെന്ന് ചോദിച്ചാൽ അവൻ പറയും, ഇപ്പോഴെനിക്കൊരു കുഴപ്പമില്ലല്ലോ, ഞാൻ നന്നായില്ലേ ഇരിക്കുന്നത്,
ഒരാവശ്യമൊന്നും എനിക്കില്ല എന്ന് പറയും. യേശു പറയുന്നു, ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരാം. സ്വർഗരാജ്യത്തിൽ ഒരുവന് പോകണമെങ്കിൽ പുതിയൊരു ഹൃദയത്തിന് നമ്മൾ സമ്മതിച്ചേ മതിയാകുള്ളൂ. സ്വർഗരാജ്യത്ത് പോകണമെങ്കിൽ പുതിയ ഹൃദയമില്ലാതെ പോകാൻ സാധ്യമല്ല. പുതിയ ഹൃദയം എന്ന് പറയുമ്പോഴും മനുഷ്യ ഹൃദയം മൃഗീയ തുല്യമായ ഹൃദയമാണ്. സ്വർഗത്തിൽ പോകണമെങ്കിൽ ഈ ഹൃദയം മാറണം. മാംസളമായ ഒരു ഹൃദയം എന്നാണ് പറയുന്നത്. ഒന്ന് നോക്ക്, നമ്മുടെ ഇന്നത്തെ ചുറ്റുപാട് നോക്കി വരുമ്പോൾ യെരുശലേമിൽ കൂത്തികളെയും ഹിസ്ബുള്ളയും നെതന്യാവും ബെഞ്ചമിൻ നെതന്യാവിനെയും പടയാളികളെയും ഒക്കെ കൊണ്ട് സ്വർഗത്തങ്ങിരുത്തിയ ഗതി എന്താവും? നരകതുല്യമായ ഒരു സ്വർഗാവും. അപ്പോൾ ദൈവം ആഗ്രഹിക്കുന്നത് ഇവരുടെ ഹൃദയമെല്ലാം മാറ്റി പുതിയൊരു ഹൃദയം അവർക്ക് കൊടുത്ത് അവരെ സ്വർഗത്തിൽ കൊണ്ടുപോകാമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. നമ്മുടെ ആഗ്രഹിക്കാനുള്ള ഗതി നിങ്ങളുടെ ഒന്ന് ആലോചിച്ച് നോക്കിക്കോളൂ. ഈ പറഞ്ഞ കൂത്തിയുടെ കയ്യിലും ഈ തീവ്രവാദ സംഘങ്ങളുടെ കയ്യിൽ കലഹത്തിന്റെ വെടിമരുന്നുകളും അസമാധാനമുണ്ടാക്കുന്ന കാര്യങ്ങൾ ഇവിടെ കയ്യിലുള്ളൂ. ബെഞ്ചമിൻ നെതന്യാവിന് സമാധാനം ഉണ്ടാക്കണമെന്ന് ഉണ്ടെങ്കിലും സാഹചര്യം തന്നെ അനുവദിക്കാത്തത് കൊണ്ട് ഞങ്ങളുടെ ആൾക്കാരെ വിട്ടുകൊണ്ട് നിർത്താമെന്ന് പറഞ്ഞ് ഒരു മത്സര ഹൃദയം ഓട്ടോമാറ്റിക്കായി തന്നെ അകത്തുകൊണ്ട് ഉണ്ടാകുന്നുണ്ട്. ഒരു പുതിയ ഹൃദയമില്ലാത്ത ഒരു മനുഷ്യന് മറ്റുള്ളവരുടെ പ്രവൃത്തി കാണുമ്പോഴും സംസാരം കേൾക്കുമ്പോഴും ഹൃദയം മാറിയില്ലെങ്കിൽ മത്സരിക്കാനേ പറ്റുള്ളൂ. മാംസളമായ ഒരു ഹൃദയം ദൈവം കൊടുത്താൽ അവർ പറയും, നമുക്ക് ഇവരോട് യുദ്ധം ചെയ്യാനും പറ്റില്ല, ജയിക്കാനും പറ്റില്ല, അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇവരെ വിട്ടു മാറി പദ്ധതി വല്ലതും ഉണ്ടോ എന്നവര് ആലോചിക്കും. അപ്പോൾ മനസ്സിലാക്കണം, പുതിയ ഹൃദയം ഇല്ലെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ ഒന്ന് നോക്കാം, നമ്മുടെ ഹൃദയം എങ്ങനെ ഭരിക്കണം. പകയും പിണക്കവും ക്രോധവും എന്ന് വേണ്ട. ഗലാത്യർ 5-ാം അധ്യായം വായിച്ചാൽ മതി. മനുഷ്യന്റെ ഹൃദയം ഈ പാപപ്രവൃത്തികളെല്ലാം മാറി ഒരു പുതിയ ഹൃദയം കിട്ടാത്ത പക്ഷം ദൈവസന്നിധാനത്തിൽ പ്രവേശനം ആർക്കുമില്ല, ഏത് മതസ്ഥനുമില്ല. എല്ലാ മനുഷ്യർക്കും ദൈവരാജ്യത്തിൽ പോകണമെങ്കിൽ ഒരു പുതിയ ഹൃദയം ദൈവത്തിൽ നിന്നും വാങ്ങിക്കൊള്ളണം. അത് ജാതി മത ഭേദമന്യേ ഏതു മനുഷ്യനും പുതിയ ഹൃദയം ദൈവത്തിൽ നിന്നും വാങ്ങിക്കൊള്ളണം. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം 5-ാം വാക്യം വായിക്കുമ്പോഴേ അവിടെ പറയുന്നുണ്ട് മനുഷ്യന്റെ ഹൃദയത്തിന്റെ അന്തരീക്ഷം. മനുഷ്യന്റെ അഗ്രഹം ഭൂമിയിലെ പെരുകുന്നതെന്തും അവൻ ഹൃദയത്തിൽ നിലവുകളിൽ തോറ്റമെല്ലാം. നിങ്ങൾ ഭൂമിയിൽ മനുഷ്യന്റെ ദുഷ്ടത വലിയതെന്നും അത് ഹൃദയ വിചാരങ്ങളെല്ലാം ദോഷം നിറഞ്ഞതെന്നും യഹോവ കണ്ടു, അത് ദോഷം നിറഞ്ഞതെന്ന് ദൈവം കണ്ടിട്ട് ദൈവം എന്ത് ചെയ്തെന്ന് അറിയാം? ഭൂമിയിൽ മനുഷ്യനെ സൃഷ്ടിച്ചത് കൊണ്ട് ദൈവം ദുഃഖിച്ചോ അനുതപിച്ചു എന്ന് നമുക്ക് വായിക്കുവാൻ കഴിയും. അവൻ മനുഷ്യനെ
നല്ല നിലയിൽ ദൈവത്തോടുള്ള ബന്ധത്തിൽ, ദൈവവുമായുള്ള ഒരു ജീവിതത്തിൽ, ദൈവത്തിന്റെ ഒരു ഭവനത്തിന്റെ അംഗമായി, ഒരു സഹോദരനായി, അല്ലെങ്കിൽ ദൈവ ഭവനത്തിലെ ഒരു വ്യക്തിയായി ദൈവത്തോട് സംസാരിപ്പാനും ആനന്ദിപ്പാനും സൃഷ്ടിച്ച മനുഷ്യൻ ഇങ്ങനെ ആയല്ലോ, ദോഷം നിറഞ്ഞവനായല്ലോ എന്ന് ദൈവത്തിന് ദുഃഖമുണ്ടായി. ദൈവം അനുതപിച്ചു. കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ ലോക ജീവിതത്തിൽ അതേ സ്വത്രം ഉള്ള ഒരു പക നിറഞ്ഞ ജീവിതമെങ്കിൽ നമ്മെക്കുറിച്ചും ദൈവം അനുതപിക്കുകയാണ് ചെയ്യുന്നത്. ഒരു ദൈവം ഇതിൽ എപ്പോഴും ഞങ്ങളുടെ സാഹചര്യം വരുമ്പോൾ ഒഴിഞ്ഞു മാറി ദൈവസന്നിധാനത്തിൽ നേർമയായി നിൽക്കുവാൻ ഒരു ദൈവം ഇതിൽ എപ്പോഴും വെമ്പൽ കൊള്ളേണ്ടതാണ്. ഉൽപ്പത്തി പുസ്തകം 31-ാം അധ്യായം 29-ാം വാക്യത്തിലേക്ക് നാം അതേ കടന്നു വരുമ്പോൾ, സ്തോത്രം, 31-29 ഉൽപ്പത്തി പുസ്തകം. ഈ യാക്കോബിന്റെ മാമൻ ലാബാൻ യാക്കോബിനോട് പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങളോട് ദോഷം ചെയ്യുവാൻ എന്റെ പക്കൽ ശക്തി ഉണ്ട്. നിക്കട്ടെ. അപ്പോഴ് മാമൻ മരുമോനുമായിട്ടുള്ള ബന്ധം, എന്ത് ദോഷം കണ്ടു കഴിഞ്ഞാലും മാമനും മരുമോനും എന്ന് പറയുമ്പോൾ അവരല്പം ദയവ് ഉള്ളവരാണ്. എങ്ങനെയും നന്നായിരിക്കട്ടെ എന്നുള്ള ചിന്ത മാമനുണ്ടായിരിക്കും. നന്നാകണം. മറ്റൊരു ദോഷം പ്രവൃത്തി കണ്ടു കഴിഞ്ഞാൽ മോനെ അങ്ങനെ പോകരുതേ, സ്നേഹമായി അതിങ്ങനെയല്ലേ എന്ന് ബോധം വരുന്നു. ഇവിടെ യാക്കോബിന്റെ അനുഗ്രഹം 10 പ്രാവശ്യം മാറ്റി പിടിച്ചു പറഞ്ഞു, തരാന്ന് പറഞ്ഞിട്ട് തന്നില്ല. ശേഷവും യാക്കോബിനത് സഹിക്കാൻ വയ്യ. സഹിച്ച് ഇനി ഇവിടെ ഉള്ള വാസം മതി, ഈ മാമനും ഞാനുമായുള്ള ബന്ധമേ വേണ്ട എന്ന് പറഞ്ഞ് കാണാതെ ഓടിയപ്പോൾ കുറെ ദൂരം എത്തിയപ്പോൾ ലാബാനും കൂടെ എത്തുന്ന സമയം തന്നെ ദൈവം പറഞ്ഞു, ലാബാനെ, യാക്കോബിനോട് നീ ഗുണമായാലും ദോഷമായാലും മിണ്ടരുത്. അതാണ് നാം വായിച്ച വേദം, നിങ്ങളോട് ദോഷം ചെയ്യുവാൻ എന്റെ മക്കൾ ശക്തിയുണ്ട്, എങ്കിലും നീ യാക്കോബിനോട് ഗുണമെങ്കിലും ദോഷമെങ്കിലും ചെയ്യാതിരിക്കാൻ സൂക്ഷിച്ചോ എന്ന് അബ്രഹാം ഇസ്ഹാക്ക് യാക്കോബിന്റെ ദൈവം എന്നോട് പറഞ്ഞു. ഒന്ന് നോക്കുക, ദൈവത്തിന് ഏത് മനുഷ്യരെയും നടത്താനുള്ള കഴിവുണ്ട്. ദൈവം ആ അധികാരത്തിലാണ് പറഞ്ഞത്, അവന്റെ മേലെ അവനോട് ദോഷമായി തിന്മയും ചെയ്യരുത്. എന്തായാലും അവൻ അത് അനുസരിച്ചില്ലെങ്കിൽ അവന്റെ കാര്യം പിന്നെ നോക്കണ്ട. ദൈവം പറയുന്നത് ഒരുവൻ അനുസരിക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ദൈവം നിർബന്ധിച്ച് പിടിച്ചു നിർത്തിയാൽ അവൻ അനുസരിക്കണം. അല്ലെങ്കിൽ അവൻ ഈ ഭൂലോകത്തിൽ ഉള്ള കാലം സന്തോഷമായിരിക്കണമെന്നില്ല. സെഖര്യാവ് ദൈവസന്നിധാനത്തിൽ യാഗമർപ്പിക്കുമ്പോൾ ഒരു ദൂതൻ പറയുന്നു, നിനക്കൊരു നല്ല മരണം ജനിക്കാൻ പോകുന്നു. ഇവനെന്ത് ചെയ്തു? സംശയിച്ചു. ശരി, അതുവരെ നീ സംസാരിക്കേണ്ടിയിരുന്നു വീര്യം എന്ന് പറഞ്ഞിട്ട് കുഞ്ഞ് ജനിക്കുന്നത് വരെ സംസാരിച്ചില്ല. ദൈവത്തിന് ചിലത് നിർബന്ധിച്ച് ചെയ്യാൻ കഴിയും, പക്ഷെ ദൈവം ആരെയും അങ്ങനെ ചെയ്യുവാൻ തയ്യാറല്ല. അങ്ങനെ ചെയ്തൊരുവനെ ദൈവരാജ്യത്തേക്ക് ഒരുക്കുവാൻ ദൈവം തയ്യാറല്ല. ദൈവത്തിന് അധികാരമുണ്ട്, പക്ഷേ നമുക്കൊരു പുതിയ നിർണയം വേണമെങ്കിൽ നമ്മളെ സമ്മതിച്ച് ദൈവമേ ഞാൻ വരുന്നത് എനിക്ക് അങ്ങനെ തരണമെന്ന് പറയണം. നമ്മുടെ മത്സര സ്വഭാവങ്ങൾ മാറ്റി, കോപ സ്വഭാവങ്ങൾ മാറ്റി
നമ്മെ തിരുവചന പ്രകാരം നന്നാക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. പാപം, എല്ലാവരും പാപികൾ തന്നെ, എല്ലാ ഹൃദയവും ദൈവത്തിന് ഇഷ്ടമില്ലാതെ ചിന്തിക്കുന്നവർ തന്നെ. പക്ഷേ ദൈവസന്നിധാനത്തിൽ അർപ്പണം ചെയ്ത് അതിനുവേണ്ടിയുള്ള ഒരു പരിശ്രമം, അതിനുവേണ്ടിയുള്ള ഒരു സ്റ്റെപ്പ് നാം തുടങ്ങിയേ മതിയാകുള്ളൂ. എങ്കിൽ മാത്രമേ ദൈവത്തിന് നമ്മുടെ മേൽ എന്തെങ്കിലും ചെയ്യാൻ കഴിയുകയുള്ളൂ. പുറപ്പാട് പുസ്തകം 23-ാം അധ്യായം 2-ാം വാക്യം കൂടെ ഒന്ന് വായിക്കാമോ? ഇന്നത്തെ ലോകത്തിൽ മനുഷ്യൻ തിന്മ ചെയ്യുന്നത് മാത്രമല്ല, ഭൂരിപക്ഷം തിന്മ ചെയ്യുന്നു എങ്കിൽ ഇവരും അവനോട് ചേർന്ന് തിന്മ ചെയ്യാൻ തയ്യാറാ. ആളുകളെ തങ്ങളുടെ വശം ചേർക്കുവാൻ, കൂട്ടുവാൻ, ഏതു ദോഷവും ചെയ്യാൻ ഇന്നത്തെ മനുഷ്യർ പഠിക്കുന്നില്ല. ഇവിടെ പറയുന്നത് ബഹുജനത്തെ അനുസരിച്ച് ദോഷം ചെയ്യരുത്, ന്യായം മറിച്ചു കളയുവാൻ ബഹുജനപക്ഷം ചേരരുത് എന്നാണ് പറയുന്നത്. പാപം എവിടെയെല്ലാം തലയെടുത്ത് ഉയർത്തുന്നു അവിടെയെല്ലാം ഒരു ദൈവവൈതലിന് തങ്ങളെ തന്നെ താഴ്ത്തി ദൈവസന്നിധാനത്തിൽ പ്രാർത്ഥിച്ച് ഒഴിഞ്ഞും തിരിഞ്ഞുമുള്ള ഒരു ജീവിതം, ബുദ്ധിയായ ഒരു ജീവിതം. ബുദ്ധിമാന്മാർ ദൈവരാജ്യം അവകാശം ബലാത്കാരം ചെയ്യുന്നുവെന്ന്. ബുദ്ധിയോടുള്ള ഒരു ജ്ഞാനം, വിശുദ്ധിക്ക് വേണ്ടി ഒരു ദൈവവേദിൽ മനസ്സ് വയ്ക്കണം, താല്പര്യം കാണിക്കണം. അതിന്റെ തുടർന്ന് ദൈവപ്രവൃത്തി ദൈവം നമുക്കായി വെളിപ്പെടുത്താം. നാം ഒരു നല്ല ജീവിതം ചെയ്യുവാൻ കാലടി വയ്ക്കുമ്പോൾ ദൈവത്തിന്റെ അത്ഭുതങ്ങൾ നമ്മുടെ വ്യക്തി ജീവിതങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയും. ദൈവം നമുക്കായി ചെയ്യുന്നതിൽ അത് കാണുവാൻ കഴിയും. നാം മനസ്സ് വയ്ക്കാതിരുന്നാൽ നമുക്കൊന്നും അനുഭവിക്കാൻ കഴിയില്ല. ദൈവത്തിനും നമുക്കൊരു നന്മ തരാൻ കഴിയുകയില്ല. ദൈവം ദുഃഖത്തിൽ ദൂരെ മാറി നിൽക്കുകയേ ഉള്ളൂ. നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ ദൈവം നിങ്ങളെ രക്ഷിക്കും. എനിക്ക് മനസ്സുണ്ടെങ്കിൽ ദൈവം എന്നെ സഹായിക്കും. നമ്മുടെ മനസ്സ് പൂർണ്ണാത്മാവോടും ബലത്തോടും ശക്തിയോടും ദേഹന്തേകി ആത്മാവിൽ നമ്മുടെ മനസ്സ് സ്വർഗം കാണണം. വായിക്കൊണ്ട് എല്ലാവരും പറയും എനിക്ക് മനസ്സുണ്ട്, എനിക്ക് മനസ്സുണ്ട്. ദേഹന്തേകി ആത്മാവിൽ ദൈവം നോക്കുമ്പോൾ അതെ അതെ നമുക്ക് എത്ര പേർക്ക് മനസ്സുണ്ട് എന്നുള്ളത് ദൈവം അറിയുന്നു. ഹബക്കൂക്ക് 1-ാം അധ്യായം 13-ാം വാക്യം വായിക്കുമ്പോഴേ ദൈവത്തിന്റെ ആ മനോഭാവം ഒന്ന് നമുക്ക് നോക്കാം. സൂത്രം ഇതെല്ലാം തിരുവചനത്തിലൂടെ വായിക്കുമ്പോഴും നാം പ്രഖ്യാപിക്കുമ്പോഴും ദൈവത്തിന്റെ അകത്തെ താല്പര്യം എന്തെന്നറിയാം. ഹബക്കൂക്ക് 1:13 884-ാമത്തെ പേജ്. സൂത്രം ദോഷം കണ്ടുകൂടാതെ വണ്ണം നിർമ്മല ഹൃദയമുള്ളവനും. ദോഷം കണ്ടുകൂടാതെ വണ്ണം നിർമ്മല ഹൃദയമുള്ള ദൈവം. ദോഷം ദൈവത്തിന് ഇഷ്ടമല്ല. അറിവിടുത്തെ പീഡനം കാണാൻ കഴിയാത്തവനുമായുള്ളവേ എന്നാണ് അവിടെ ഹബക്കൂക്ക് പ്രാർത്ഥിക്കുന്നത്. 13 ദോഷം കണ്ടുകൂടാതെ വണ്ണം ദോഷം കണ്ടുകൂടാതെ വണ്ണം നിർമ്മല ഹൃദയമുള്ളവനും പീഡനം കാണുവാൻ കഴിയാത്തവനുമായുള്ളവേ. ദൈവം നിർമ്മല ഹൃദയം, നിർമ്മലമായുള്ള ഒരു ജീവിതം കണ്ട ദൈവത്തിന് ഇഷ്ടം. നീതിമാനെ കണ്ട ദൈവത്തിന് ഇഷ്ടമാണ്. നീതികെട്ടവനെ കാണുമ്പോൾ ദൈവത്തിന് ഇഷ്ടമല്ല. നിർമ്മല ഹൃദയമില്ലാത്തവനെ കാണുമ്പോൾ ദൈവത്തിന് ഇഷ്ടമല്ല. യോബിന്റെ ദൈവത്തിന് ഇഷ്ടമായത് നിഷ്കളങ്കനും നീതിമാനും ദോഷമിട്ട് അകലുന്നവനുമായിരുന്നു. അതാണ് ദൈവത്തിന് ഇഷ്ടപ്പെട്ടത്. നോഹയെ ദൈവത്തിന് ഇഷ്ടമായിരുന്നു. നീതിമാനും നിഷ്കളങ്കനും ആ തലമുറയിൽ അവനേ ഉള്ളൂ. അതുകൊണ്ടാണ് ദൈവത്തിന് അവനെ ഇഷ്ടമായത്. ദൈവത്തിന്റെ അതാണ് ഇവിടെ പറയുന്നത്. ദോഷം കൂടാതെ വണ്ണം നിർമ്മലതയുള്ളവനും
ദൈവം നിർമ്മലനാണ്. ദൈവത്തിന്റെ സ്വഭാവം നമ്മളിൽ കടന്നു വരുമെങ്കിൽ ദൈവത്തിന്റെ അനുഗ്രഹവുമായി ദൈവം നമ്മുടെ അടുക്കൽ വരും. ഒന്ന് ദൈവത്തിന്റെ ആഗ്രഹം നമുക്കൊരു പുതിയ ഹൃദയം തരണം. നേരെ ചെവി നടക്കുമാറാക്കണമെങ്കിൽ നമ്മുടെ ഹൃദയങ്ങളൊക്കെ പുതിയതാക്കണമെന്ന് ദൈവത്തിന് അറിയാം. അതാണ് പറയുന്നത്, ഒന്ന് പുതിയൊരു ഹൃദയം തരാം. രണ്ടാമത് അവിടെ പറയുന്നത് എന്തെന്ന് അറിയുമോ? പുതിയൊരു ആത്മാവിനെ ഞാൻ നിങ്ങളുടെ ഉള്ളിലാക്കാം. കല്ലായ ഹൃദയം മാറ്റി പുതിയൊരു ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിൽ ആക്കം. സ്വത്രം. അപ്പോൾ ആത്മാവിനെ ഉള്ളിലാക്കുന്നത് മനുഷ്യനെ സംബന്ധിച്ച് ദൈവത്തിന്റെ രക്ഷാ പദ്ധതിയിലുള്ള ഒന്നാണത്. ദൈവത്തിന് നമ്മെ രക്ഷിക്കണമെങ്കിൽ ദൈവത്തിന്റെ ആത്മാവിനെ അകത്താക്കണം. ഏത് തോട്ടത്തിൽ മനുഷ്യതയും ഉണ്ടാക്കി ജീവസോസ് അവനകത്ത് ഊതി ജീവനുള്ള ദേഹിയായി മാറി. പക്ഷെ പാപം ചെയ്തപ്പോൾ അവന്റെ ആത്മാവ് മരിച്ചു. അതാണ് ഈ പഴം തിന്നരുത്, തിന്നനാളിൽ നീ മരിക്കുക. അവന്റെ ആത്മാവ് മരിച്ചുപോയി. ഇനി ആ മനുഷ്യന് ജീവൻ ഉണ്ടാവണമെങ്കിൽ യേശു പറഞ്ഞ ഈ വചനം അനുസരിച്ചേ പറ്റുള്ളൂ. ഞാൻ പോകുന്നത് നിങ്ങൾക്ക് നല്ലത്, ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥൻ വരികയില്ല. യേശു പറഞ്ഞത്, ദൈവം പറഞ്ഞത്, പുതിയൊരു ആത്മാവിനെ ഞാൻ നിങ്ങളുടെ ഉള്ളിൽ ആക്കും എന്ന് പറഞ്ഞാൽ മരിച്ച ഈ ആത്മാവിനെ ഒന്ന് ജീവനുള്ളതായി മാറ്റും എന്നുള്ളതേ ഉള്ളൂ. യേശു പോയി 40-ാം ദിവസം വരെ യെരൂശലേമിൽ പാടിയും പ്രാർത്ഥിച്ചു കേൾക്കുന്നു. 50-ാം ദിവസം പരിശുദ്ധാത്മാവിനെ ഇങ്ങോട്ട് അയച്ചു. വലിയ കൊടും മുഴക്കത്തോട് അഗ്നിജ്വാലയ്ക്ക് തുല്യമായ നാവുകൾ അവർക്ക് കിട്ടി. വലിയ ശക്തിയോട് ദൈവത്തിന് ആത്മാവ് ഇരുന്ന മാളിക നിറഞ്ഞു. ഇരുന്ന് എല്ലാവരിലും അകത്ത് അത് പതിഞ്ഞു. ഇവർ ആ ദൈവ ശക്തിയാൽ നിറഞ്ഞു. അത് തന്നെയാണ് ദൈവം പറയുന്നത്, പുതിയൊരു ആത്മാവിനെ അകത്താക്കും. അതൊരു ഭയങ്കരമാണ്. ദൈവത്തിന്റെ ആ പ്രവൃത്തി ഭയങ്കരമാണ്. ദൈവത്തിന്റെ രക്ഷാ പദ്ധതിയിൽ മനുഷ്യന് ജീവനുള്ളവനായി തീരണമെങ്കിൽ ഇത് ഇതിന്റെ രക്ഷാ പദ്ധതിയിൽ വലിയ പല വർഷങ്ങൾ കാത്തിരുന്ന് തളർന്നവരുണ്ട് ഈ ശക്തിക്ക് വേണ്ടി. അവസാനം നിരാശപ്പെട്ട് അവിശ്വാസം ജനിക്കപ്പെട്ടവരും ധാരാളം ഉണ്ടായിട്ടുണ്ട്. ഒരു നിശ്ചയിക്കാത്ത സമയം ആത്മാവിനാൽ നിറഞ്ഞ് അവരുടെ ചിന്തയെയും ബുദ്ധിയെയും ദേഹത്തെയും കവിഞ്ഞാരാധിച്ച നാളുകളില്ലയോ? കാരണം ദൈവത്തിന്റെ രക്ഷാ പദ്ധതിയിലുള്ളതാണ്. പുതിയൊരു ആത്മാവിനെ തരുന്ന ദൈവം ഒരു പുതിയ ഹൃദയമാണ്, പുതിയ ആത്മാവ് വേണം. യോഹന്നാൻ സുവിശേഷം 17-ാം അധ്യായം 14-ാം അധ്യായം 17-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, ലോകം അവനെ കാണുകയോ അറിയുകയോ ചെയ്യുകയാൽ അവന് അതിനെ ലഭിപ്പാൻ കഴിയുകയില്ല. ലോകത്തിലെ മനുഷ്യൻ ഈ ആത്മാവിനെ കുറിച്ച് അറിയുകയോ അവൻ അത് കാണുകയോ ചെയ്യുകയില്ല എന്ന്. കാരണം ലോകപരമായ ഒരു ജീവിതം ചെയ്തുകൊണ്ട് നടന്നു കഴിഞ്ഞാൽ അവന് ഈ ആത്മാവിനെ കാണാനും കഴിയുകയില്ല, കേൾക്കാനും കഴിയില്ല, അവന് അറിയാനും കഴിയുകയില്ല. ദൈവമേ, എന്റെ ഹൃദയം ഒന്ന് ശുദ്ധീകരിക്കണമേ, എനിക്ക് നല്ലൊരു ഹൃദയം തരണമേ എന്ന് അനുദിനവും ദൈവത്തിന്റെ പാദപീഠത്തിൽ വീണ് കണ്ണുനീരോട് പ്രാർത്ഥിച്ചു പോകുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ അവനെ പരിശുദ്ധാത്മാവിനെ പ്രാപിപ്പാൻ കഴിയുള്ളൂ, അത് അനുഭവിപ്പാൻ കഴിയുള്ളൂ.
ഇപ്പോൾ മനസ്സിലാക്കണം, നമ്മുടെ ജീവിതത്തിൽ പുതിയൊരു ആത്മാവ് ഉണ്ട്. അത് നമുക്ക് വേണം. അത് നമ്മൾ ദൈവം ആക്കുമെന്നാണ് പറയുന്നത്. നമ്മുടെ അതിന് തയ്യാറായി ഒരുക്കി കൊടുത്താൽ മതി. ദൈവം അതിന് നമ്മുടെ ഉള്ളിലാക്കിക്കൊള്ളാം. സ്വന്തം നമ്മുടെ ഒരുക്കം ഇതിന് വലിയ ഉത്തരവാദിത്വം, പ്രാധാന്യമുണ്ട്. നമ്മെ ദൈവകരങ്ങളിൽ അതിനെ ഏൽപ്പിച്ചാൽ ദൈവം അങ്ങനെ ചെയ്യാം. സമ്മതിച്ചു കൊടുക്കണം. ഞാൻ അതിന് വരുന്നു, റെഡിയായി. ദൈവം എന്നെ സഹായിക്കണം, നമ്മെ ഒരുക്കണം. ദൈവം വിശ്വസ്തനാണ്. റോമാലേഖനം 8:9 പൗലോസ് പറയുന്നു. പൗലോസ് ഇത് അനുഭവിച്ചവനാ. കാരണം എല്ലാരെയും ഈ അനുഭവമുള്ള എല്ലാരെയും കൊന്നൊടുക്കുകയും പിടിച്ചു കെട്ടി കാരാഗ്രഹത്തിലാക്കി ചെന്നുകൊണ്ട് നടന്നവൻ ഈ പ്രകാശം കണ്ട് നിലത്ത് വീണപ്പോൾ ദമസ്കോസിന്റെ വടിവാതിൽക്കൽ വെച്ച് ആരെന്ന് ചോദിച്ചു, നീ ഉദ്ധരിക്കുന്ന ക്രിസ്തു. അയ്യോ, ഞാൻ എന്ത് ചെയ്യണം കർത്താവേ? ഇവിടത്തെ നേർവീതി യൂദായുടെ വീട്ടിൽ അവിടെ പോകുന്ന എനിക്കെല്ലാം പറഞ്ഞു തരുമെന്ന് പറഞ്ഞ് അവൻ അവിടെ പോയി അനന്യാസിന് ദൈവം ദർശനത്തിൽ പറഞ്ഞു, ഇങ്ങനെ യൂദായുടെ വീട്ടിൽ ഒരു ശൗലെന്ന് പറഞ്ഞ ഇരിക്കുന്നു, നീ പോയി പ്രാർത്ഥിക്കണം. ശൗല് വഴി പറഞ്ഞെങ്കിലും അനന്യാസ് വഴി പറഞ്ഞു. കാരണം അവൻ ഇങ്ങനെ ഉപദ്രവമൊക്കെ ചെയ്തുകൊണ്ട് കിടക്കുന്നവൻ. നീ പോ, ഞാൻ അവനെ തിരഞ്ഞെടുത്ത ഒരു പാത്രമാണ്. എങ്ങനെ അനന്യാസ് അവിടെ പോയപ്പോൾ പിന്നെ അവൻ തലയിൽ കൈവച്ച്, സഹോദര അനന്യാസേ, വഴിയിൽ വെച്ച് നീ കണ്ട ദൈവത്തെ നീ രക്ഷിതാവിന്റെ അർത്ഥാവുമായി അംഗീകരിച്ച് സ്നാനപ്പെട്ട് ആത്മാവിൽ നിറയുക എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. അവൻ ഭക്ഷണം കഴിച്ചു, കാഴ്ച പ്രാപിച്ചു, സ്നാനപ്പെട്ടു, ആത്മനിറവ് പൂർണ്ണനായി. ഈ ആത്മാവിനെ പ്രാപിച്ചപ്പം ഈ പൗലോസ് എഴുതുന്നത്, ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവനല്ല. മനസ്സിലായ? ഇതിനോട് എതിർത്ത് നിൽക്കുന്നവൻ തന്നെ, യേശുവിനോട് എതിർത്ത് നിൽക്കുന്നവൻ, പരിശുദ്ധാത്മാവ് പ്രാപിച്ചവരോട് എതിർത്ത് നിൽക്കുന്നവൻ, ഇത് പ്രാപിച്ചപ്പോൾ പറയുന്നു, ഇതില്ലാത്തവനെല്ലാം ഭാവി മരണയോഗ്യൻ, ദൈവത്തിനുള്ളവനല്ല എന്ന് ഈ ശൗൽ പൗലായി പ്രസംഗിക്കാൻ തുടങ്ങിയത്. അവനത് പ്രാപിക്കുകയും എന്ത് ദൈവ ഇഷ്ടമോ അതെല്ലാം 100% അനുസരിപ്പാൻ തയ്യാറായി. എന്നെ മനസ്സ് വെച്ചു. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും വേണമെങ്കിൽ ഇതുപോലൊരു മനസ്സ് ദൈവമുൻപാകെ പ്രഖ്യാപിക്കുകയും പ്രവൃത്തിയിൽ വരുത്തുകയും ചെയ്യണം. എങ്കിൽ ഈ തിരുവെട്ട് ദൈവം നമുക്ക് സാധ്യമാക്കി തരും. പുതിയ ഹൃദയം തരും, പുതിയ ആത്മാവിനെയും തരും. ആത്മാവിനെ തരുമ്പോൾ നമ്മൾ ദൈവത്തിന്റെ രാജ്യത്തിന്റെ അവകാശി എന്ന മുദ്ര പ്രഖ്യാപനമാണത്. മുദ്രയുള്ള നമുക്ക് ദൈവത്തിന്റെ ആത്മാവുണ്ടെങ്കിൽ ജഡീക പ്രവൃത്തികൾക്ക് നമ്മൾ അടിമയാകയില്ല. ആത്മാവിനെ അനുസരിച്ച് ജീവിച്ചാൽ ആത്മാവിനുള്ളവരായി മാറും. അതാണ് വലുത് പറയും, ക്രിസ്തുവിന് ആത്മാവില്ലാത്ത ആരും ദൈവത്തിൻ്റെതല്ല. പുതിയ ഒരു ആത്മാവ് വേണം, ഹൃദയവും വേണം, പുതിയ ആത്മാവും വേണം. ആത്മാവിന് വേണ്ടി ഒരുക്കി പരിശ്രമിച്ച് ദൈവഹിതത്തിന് പ്രകാരം സമർപ്പണം അവിടെ വേണം. ഇതാര്? സ്വർഗത്തിൽ പോകണമെന്നുള്ളവർക്കുള്ള വഴിയാണ്. ദൈവത്തിന്റെ രക്ഷാ പദ്ധതിയാണിത്. ക്രിസ്ത്യാനിയായ അനേകർ വിളിക്കപ്പെട്ടിട്ടുണ്ട്. അതിൽ തിരഞ്ഞെടുക്കപ്പെട്ടവർ ചുരുക്കമാണ്. തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ഇതെല്ലാം ഉണ്ട്. ദൈവത്താലുള്ള സീൽ, മുദ്ര അവിടെ ഉണ്ട്. അതാണ് ആത്മാവിനെ അകത്താക്കുമെന്ന് പറഞ്ഞിരിക്കുന്നത്. 1 കൊരിന്ത്യർ 3:16 ഒന്ന് വായിക്കാമേ. ദൈവത്തിന്റെ ആത്മാവ് അവന്റെ ഹൃദയത്തിൽ വരുമ്പോൾ
നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമാവും. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരം എന്ന്, ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നും അറിയുന്നില്ലയോ? ഈ ആത്മാവകത്ത് വരുമ്പോഴാണ് കേട്ട സ്വർഗത്തിലേക്കുള്ള ശരിയായ ടിക്കറ്റ് കയ്യിൽ കിട്ടുന്നത്. അതുവരെ പാടുന്നതും ഓടുന്നതും ചാടുന്നതും ഒക്കെ അല്പം നമ്മളെ ഒരുക്കുന്ന ഒരുക്കലുകളാണ്. നമ്മുടെ ഒരുക്കൽ പൂർണ്ണം ദൈവത്തിന് തൃപ്തിയാകുമ്പോൾ ദൈവാത്മാവിനെ തരും. സോദോംകുമാരെ നശിപ്പിക്കുമ്പോൾ ദൈവം പറഞ്ഞെന്തെന്ന് അറിയാമോ? ഞാൻ അവിടെ പോയി, അവിടെ നിന്ന് വന്ന പരാതി പ്രാർത്ഥനകൾ ശരിയാണോ എന്ന് നോക്കിയിട്ട് അടുത്ത പദ്ധതി തീരുമാനിക്കാന്ന് പറഞ്ഞാണ് ദൈവം ദൂതനെ പറഞ്ഞു വിട്ടത്. വിട്ടപ്പോഴെന്തോ സോദോംകുമാർ പാപം കൊണ്ട് നിറഞ്ഞ് നശിപ്പിക്കാൻ യോഗ്യരായി. ദൈവം അങ്ങനെയാണ് സോദോംകുമാരെ നശിപ്പിച്ചത്. ദൈവം നമ്മുടെ മേലെ മുദ്രയിടണമെങ്കിൽ ദൈവത്തിന് മുമ്പാകെ നാം എത്തിച്ചേരേണ്ട ഒരു സ്ഥലമുണ്ട്. അവിടെ നമ്മൾ എത്തിച്ചേരണം. അതുവരെയും ദൈവം പറയുന്ന കൽപ്പനകൾ പഠിക്കുകയും വായിക്കുകയും അനുസരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അതിന്റെ യോഗ്യതയിലാവുമ്പം ദൈവത്തിന് ആത്മാവിനെ തരെ സ്വന്തം. 1 യോഹന്നാൻ 2-ാം അധ്യായം 27-ാം വാക്യം കൂടെ സ്വന്തം. 1 യോഹന്നാൻ 2:27 കൂടെ. അപ്പോൾ നോക്കുക, നമ്മെ ജനവും ഒരുക്കിടന്ന് നാം ചെയ്യുമ്പോൾ, നാം സമ്മതിക്കേണ്ട പോലെ സമ്മതിക്കുമ്പോൾ ദൈവം വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനാണ്. ദൈവം അത് അതുപോലെ ചെയ്തു. 1 യോഹന്നാൻ 2-ാം അധ്യായം 27-ാം വാക്യം വായിക്കുമ്പോൾ ഈ അഭിഷേകം ആത്മാവിനെ ഒരുവന്റെ മേലെ ആക്കുമ്പോൾ ആത്മാവ് നമ്മെ ഉപദേശിച്ച് നടത്തുന്ന അവനാൽ പ്രാപിച്ച അഭിഷേകം നിങ്ങളിൽ വസിക്കും. ആരും നിങ്ങളെ ഉപദേശിപ്പാൻ ആവശ്യമില്ല. അപ്പോൾ ആത്മാവകത്ത് വന്നാൽ ഒരുവനെ പാപവഴിയിൽ നടത്തൂല. ആത്മാവ് ഒരുവന്റെ അകത്ത് വന്നാൽ അവനെ നീതിമാർഗ്ഗങ്ങളിൽ നടത്തും. ആത്മാവ് വന്നെന്ന് പറഞ്ഞുകൊണ്ട് അന്യായമായി ജീവിച്ചു പോകുന്നവന് ഫലം കണ്ടൊരു ദൈവവേദന തിരിച്ചറിയും. ഒരു ദൈവവേദന അകത്ത് ആത്മാവുണ്ടെങ്കിൽ മറ്റൊരുവൻ ആത്മാവുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അന്യായം ചെയ്യുമ്പോൾ നമ്മളിരിക്കുന്ന ആത്മാവ് പറയും, ഇവൻ ദൈവത്തിൻ്റെതല്ല, ഇത് വേറെയാ. മനസ്സിലായോ? അവനാൽ പ്രാപിച്ച അഭിഷേകം നിങ്ങളിൽ വസിക്കും. ആത്മാവ് നമ്മൾ ഉപദേശിച്ച് നടത്തുവാൻ അനുവദിക്കണം. ആത്മാവിന് കൊടുക്കണം. നമ്മെ ആത്മാവ് പറയുന്നത് അനുസരിക്കാൻ തയ്യാറാകണം. ആ ഒരുക്കം നമുക്ക് വേണം. അപ്പോഴാത്മാവ് നമ്മൾ ഉപദേശിച്ച് നടത്തും. ജഡത്തിന്റെ ഇഷ്ടം നിങ്ങൾ നിവർത്തിക്കയില്ല. ഈ ലോകത്തിൽ ജഡ പാപ സ്വഭാവമുള്ള ഈ ലോകത്തിൽ ഒരു വിശുദ്ധനായി ജീവിക്കണമെങ്കിൽ ആത്മാവ് വേണം. ആത്മാവ് പറയുന്നതനുസരിച്ച് നടക്കുകയും വേണം. ദൈവരാജ്യത്തിൽ പോകുവാൻ ദൈവം വെച്ച ഒരുക്കിയ പദ്ധതി, ദൈവത്തിന്റെ നിയമം, പുതിയ ഹൃദയം, പുതിയൊരു ആത്മാവ്. അടുത്തവിടെ ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്. 36:27 വാക്യം പറയുന്നുണ്ട്, നിങ്ങളെ എന്റെ ചട്ടങ്ങളിൽ നടക്കുമാറാക്കും. ഇത് ദൈവത്തിന്റെ പദ്ധതിയാണ്. ആത്മാവ് പ്രാപിച്ചൊരുത്തൻ ദൈവം പറയുന്നത് അനുസരിച്ച് നടക്കണം. എന്റെ ചട്ടങ്ങളിൽ നിങ്ങൾ നടക്കുമാറാക്കും എന്നാണ് എന്നോട് പറയുന്നത്. അകത്ത മനുഷ്യൻ ശക്തിപ്പെട്ട് കഴിഞ്ഞാൽ ദൈവത്തിന്റെ പ്രമാണം, ഇത് ദൈവത്തിന്റെ പ്രമാണമാണ്, ദൈവത്തിന്റെ കൽപ്പനയാണ്, ഇത് ദൈവത്തിന്റെ വചനമാണ്. എനിക്കിത് വിട്ട് മുന്നോ പിന്നോ അനങ്ങാൻ പറ്റുകയില്ല എന്ന് ഒരു ദൈവവൈദ്യന് അറിയാം. കാരണം ദൈവവചനം പറയും,
ഇത് ആത്മാവും അകത്തെന്ന് പറയും. അകത്ത മനുഷ്യൻ ദൈവത്തിന്റെ ആത്മാവ് പറയും. അപ്പോഴും പിന്നെ അവൻ തെറ്റിപ്പോകേണ്ട കാര്യമില്ല. ദൈവവചനം പറയുന്നുണ്ട്, ഇതിന്റെ ആത്മാവ് പറയുന്നുണ്ട്. ഗലാത്യർ 5:16 ഇവിടെ ഒന്ന് വായിക്കാം. ആത്മാവിനെ അനുസരിച്ച് നടപ്പീൻ, എന്നാൽ ജഡത്തിന്റെ മോഹം നിവർത്തിക്കുകയില്ല. ഈ ജഡം ആവിയിനാൽ നടത്തപ്പെടുവീர்களானால் நீங்கள் நியாயப்பிரமாணத்துக்கு கீழ்ப்பட்டவர்களல்ல. ആത്മാവിനെ അനുസരിച്ച് നടപ്പീൻ, എന്നാൽ ജഡത്തിന്റെ മോഹം ആവിക്കേറ്റപടി നടന്നുകൊള്ളുங்கள் നിവർത്തിക്കയില്ല. அப்பொழுது மாம்ச இச்சை நிறைவேற்றாதிருப்பீர்கள். മാംസ ഇച്ഛയെ നിങ്ങൾ നിറവേറ്റുകയില്ല. ആത്മാവിനെ അനുസരിക്കാതെ ഒരു വിശുദ്ധ ജീവിതം സാധ്യമല്ല. ആത്മാവിന്റെ ശക്തിയോടെ പാപപ്രവൃത്തികളെ അഴിക്കണം. സാത്താന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ മനുഷ്യപുത്രൻ വന്നു. സാത്താൻ ഈ പാപപ്രവൃത്തികളൊക്കെ ഇഷ്ടമാണ്. മനുഷ്യനെ വഴി തെറ്റിച്ച് അവൻ നശിക്കും വരെ അവനെ വഴി നടത്താൻ സാത്താൻ. ദൈവാത്മാവോ പാപപ്രവൃത്തികളെ നിവർത്തിക്കാതെ മനുഷ്യനെ അതിൽ നിന്നും തിരിച്ച് ദൈവത്തിലേക്ക് ശക്തിയിലും ജീവനിലേക്ക് നടത്താം. അതാണ് പരിശുദ്ധാത്മാവ് ചെയ്യുന്നത്. അതുകൊണ്ട് ആത്മാ ബലത്തിൽ നടക്കണം, ആത്മാവിന്റെ ഉപദേശം കേൾക്കണം, അനുസരിക്കണം. ഇന്നും ആവർത്തന പുസ്തകം 7-ാം അധ്യായം 6-7 വാക്യത്തിൽ അവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്. നിന്റെ ദൈവമായ യഹോവയ്ക്ക് നീ വിശുദ്ധ ജനം, തന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവർക്ക് 1000 തലമുറ വരെ ദയപാലിക്കുന്ന ദൈവം. അപ്പോൾ ദൈവസന്നിധാനത്തിൽ ഒരു വിശുദ്ധനായി മാറണം. യഹോവയ്ക്ക് നീ ഒരു വിശുദ്ധ ജനം. ആത്മാവിൽ നടക്കുന്ന ഒരു വ്യക്തി ദൈവത്തിന് വിശുദ്ധ ജനമാണ്. ദൈവത്തിന്റെ കൽപ്പനകൾ പ്രമാണിച്ച് നടക്കണം. പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞു തരും. ഇവിടെ ലോകത്തിലായിരിക്കുമ്പോൾ ഭയത്തോട് ഭക്തിയോടുള്ള ഒരു ജീവിതം, ദൈവത്തെ ആരാധിക്കണം, സ്തുതിക്കണം എന്നുള്ളൊരു ദാഹം. ദൈവം മനുഷ്യനിൽ നിന്ന് മനുഷ്യൻ ദൈവത്തെ ആരാധിക്കുന്ന ആരാധനയിൽ ദൈവം രസിക്കുന്ന ദൈവമാണ്. മനുഷ്യന്റെ ഏകാഗ്രതയിൽ ദൈവം ഇറങ്ങി വരുന്ന ദൈവമാണ്. മനുഷ്യനെ ഏതേ തോട്ടത്തിൽ തന്നെ അതേ രാവിലെയും വൈകിട്ടും അതേ സ്തോത്രം ദൈവം ഇറങ്ങി വന്ന് അവനോട് കുശലം പറയുന്ന അനുഭവം ഉണ്ടായിരുന്നു. ഇന്നും മനുഷ്യനോട് വന്ന് അവനെ മന്ദിരമാകുന്ന ഹൃദയത്തിൽ ഇരുന്ന് അവനോടുകൂടെ കുശലം പറയുവാൻ, അവന്റെ ആവശ്യങ്ങളെ കേൾക്കുവാൻ, ദൈവത്തിന്റെ ആവശ്യങ്ങൾ അങ്ങോട്ട് അതേ കേൾക്കുവാൻ, ഇതിന് ഒരുക്കമുള്ള ഒരു ഹൃദയമാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവത്തിന്റെ ഇഷ്ടം അറിയാനും വേണ്ട എന്നുള്ളവന് ഇവന്റെ കുശലം അറിയാനും ദൈവം ഇറങ്ങി വരികയില്ല. ദൈവം എനിക്ക് വേണം, എനിക്ക് ദൈവം മതി, ദൈവം നിന്റെ ഇഷ്ടമെന്ന് ദൈവത്തെ അന്വേഷിക്കുന്ന ഒരു ഹൃദയത്തിൽ ദൈവം ഇറങ്ങി വന്ന് അവനുമായുള്ള ഒരു കുശലം പറയക്കാം. അവനുമായി ആത്മാവിൽ ഒരു ബന്ധം സ്ഥാപിപ്പാൻ ദൈവം എന്നും ഒരുക്കമുള്ള ദൈവമാണ്. ഏതേ തോട്ടത്തിൽ മാത്രമല്ല ദൈവം മനുഷ്യനോട് സംസാരിച്ച ബന്ധം, കുശലം പറഞ്ഞു പോയത്. എന്നും ദൈവത്തെ അന്വേഷിക്കുന്ന, ദൈവത്തിൽ ആശ്രയിക്കുന്ന, ദൈവമേ നിന്റെ ഇഷ്ടം മതി എന്ന് പറയുന്ന ഓരോ മനുഷ്യനോടും ദൈവം ഇറങ്ങി വന്ന അന്തരംഗങ്ങളിൽ അവനോട് ചേർന്നിരുന്ന് ദൈവ സാന്നിധ്യത്തിലിരുന്ന് ദൈവ പ്രകാശത്തിലിരുന്ന് സ്വതന്ത്രം കുശലം പറയുന്ന അനുഭവം ഇന്നും ദൈവജനത്തിനുണ്ട്. നിരന്തരം
പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയോട് നിങ്ങൾ അത് ചോദിച്ചാൽ മതി, പറഞ്ഞു തരും. ഇനും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ നിരന്തരം ഒരു സമയം പ്രാർത്ഥിക്കുന്ന 1 മണിക്കൂർ നിങ്ങളുടെ ജീവിതത്തിൽ വേർതിരിച്ചു നോക്കുക. ദൈവം നിങ്ങളോട് ഇടപെടുന്ന ഒരു സമയം ഉണ്ട് എന്നുള്ളത്. അതെ, ഒരു ദൈവം മനസ്സിലാക്കാൻ കഴിയും, അനുഭവിക്കാൻ കഴിയും. അത് ഒരു പേപ്പറിൽ കുറെ പെറ്റിഷ എഴുതിക്കൊണ്ട് കൊടുത്തിട്ട് വരുന്നവർ അവരോടെയല്ല ദൈവം കുശലം പറയുന്നത്. ചെന്നിരുന്ന് കഴിഞ്ഞാൽ പ്രാർത്ഥന തീരുന്ന വരെ അപേക്ഷകൾ കുറെ പറയാനുണ്ട്. അങ്ങനെ പറയാൻ പോകുന്നവരോടെയല്ല ദൈവം കുശലം പറയുന്നത്. ദൈവമേ ഞാൻ എന്ത് ചെയ്യണം ദൈവമേ എന്ന് ദൈവത്തോട് തന്റെ ജീവിതം അർപ്പണം ചെയ്ത് ദൈവത്തോട് ആലോചന ചോദിക്കുന്നവനോട് കുശലം പറയാൻ കർത്താവ് വരെ. ആ ദൈവ സാന്നിധ്യത്തിൽ ഒരുവൻ എത്തിച്ചേരുമ്പോൾ തന്റെ കാര്യം ഒന്നും പറയുവാൻ അവന് കാണുകയില്ല. തന്റെ കാര്യം ആത്മാവേ അവനോട് അങ്ങ് പറഞ്ഞുകൊള്ളാം. വിശ്വാസ ജീവിതത്തിന്റെ മഹത്വം അതാണ്. പുതിയ ഹൃദയം കിട്ടിയാലുള്ള ആനന്ദം അതാണ്. അത് പുതിയ ആത്മാവിനെ അകത്തു തന്നാൽ ഒരുവൻ ഉല്ലാസത്തോടും ചിരിച്ചും ആനന്ദിച്ചും സന്തോഷത്തോടും ജീവിക്കുന്നതിന്റെ കാരണം അതാണ്. അതെ, അവൻ്റെതായ അന്തരംഗ വേദനകളെ കേട്ടറിയുവാൻ ഒരു ദൈവം സ്വർഗത്തിലുണ്ട്. ആ ദൈവം ഇവനുമായി കുശലം പറയുന്ന അതേ സമയമുള്ളത് കൊണ്ട് ഭാരങ്ങളെല്ലാം അതെ അവന്റെ ഒക്കലം ഇട്ടുകൊടുക്കുമ്പോൾ ആത്മാവ് അങ്ങോട്ട് തന്നെ അത് പറഞ്ഞു കൊടുക്കും. ഹന്ന എന്നും കരഞ്ഞ് ദുഃഖിച്ച് ലാഭിച്ച് നടന്നു. ദേവാലയത്തിൽ ചെന്നിരുന്ന കണ്ണീരൊഴുക്കി വർഷങ്ങൾ കൊണ്ട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളാ ഒഴുക്കി ദൈവമേ എന്ന് പറഞ്ഞപ്പോൾ ഈ ഭാരമെല്ലാം അങ്ങ് ദൈവസന്നിധാനത്തിലായപ്പോൾ പിന്നെ അവിടെ ഹൃദയം ദുഃഖിച്ചില്ല. ദുഃഖഭാവത്തോട് പിന്നെ അവളെ കണ്ടില്ല. ഒരു ദൈവത്തിന്റെ ജീവിതത്തിൽ ഈ അനുഭവങ്ങൾ ഉണ്ട് കേട്ടാ. അന്ന് മാത്രമല്ല ഇന്നും ഉണ്ട്. പ്രാർത്ഥിക്കുന്ന ജീവിതത്തിൽ അനുഭവങ്ങൾ ഇന്നുമുണ്ട്. അത് അനുഭവിക്കുന്ന ദൈവജനത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അത് യാഥാർത്ഥ്യം തന്നെ. എന്റെ വാക്കിവിടെ അവസാനിപ്പിക്കട്ടെ. സ്തോത്രം. ദൈവത്തിന്റെ ആഗ്രഹം പുതിയ ഹൃദയം ഇത് ആത്മാവിന്റെ ഉള്ളിലാക്കണം. ആത്മാവ് വന്നാൽ നിങ്ങൾ അവന്റെ ചട്ടത്തിൽ നടക്കണം. ചട്ടത്തിൽ നടക്കും തോറും ദൈവവും നാവുമായി കുശലം പറയുന്ന ഒരു അനുഭവത്തിൽ നമ്മൾ എത്തിച്ചേരും. എല്ലാവരെയും കണ്ണുകളെ ഹല്ലേലൂയ. സ്വർഗത്തിലെ ദൈവമേ ഈ വചനത്തിന്റെ അനുഭവങ്ങൾ എനിക്ക് തന്നതിനായി സ്തോത്രം. ഇല്ലാത്തവൻ ദൈവസന്നിധാനത്തിൽ പ്രാർത്ഥിക്കുക, ദൈവമേ ഇത് യാഥാർത്ഥ്യമെങ്കിൽ എന്നെ ഈ അനുഭവത്തിൽ നടത്തണമേ, ഇത് സത്യമെങ്കിൽ എന്നെ ഈ അനുഭവം എനിക്ക് തരണമേ എന്ന് എല്ലാവരും ദൈവത്തോട് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. നിരന്തരമായ ഒരു പ്രാർത്ഥന നമുക്ക് വേണം. ഹല്ലേലൂയ. നിരന്തരമായി ദൈവമേ അവിടുത്തെ സന്നിധിയിൽ വരുന്നതിനെ സഹായിക്കണമെന്ന് പറയാം. ഹല്ലേലൂയ. നമ്മെ അർപ്പണം ചെയ്യണം. നാം ദൈവത്തോടത് പറയണം. ഹല്ലേലൂയ. നമ്മുടെ നടക്കയില ജീവിത അനുഭവം വെളിപ്പെടണം. നിശ്ചയമായി ഹല്ലേലൂയ നമുക്ക് മനസ്സുണ്ടെങ്കിൽ ദൈവം ഇറങ്ങി വരുന്ന ദൈവമാണ്. അനുദിനം നമ്മുടെ ഭാരങ്ങൾ ചുമക്കുന്നവരാണ്. ഹല്ലേലൂയ. ദൈവം നല്ലവനാണ്. ഹല്ലേലൂയ. വാഗ്ദത്തങ്ങളിൽ വിശ്വസനാണ്. നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ അവന് നിങ്ങളെ രക്ഷിപ്പാൻ കഴിയും. ഹല്ലേലൂയ. ഹല്ലേലൂയ. കർത്താവയുടെ പാദത്തിൽ ഞങ്ങൾ വരുന്നു. ഞങ്ങളെ സഹായിക്കണമേ. കേൾവിക്കാരെ സഹായിക്കണമേ. അവിടെ ജീവിതത്തിൽ ഹല്ലേലൂയ ദൈവപ്രവൃത്തി ഉണ്ടാകണമേ. ദൈവസന്നിധാനത്തിൽ അർപ്പണം ചെയ്ത് ദൈവസന്നിധാനം അന്വേഷിച്ച് ദൈവത്തിന്റെ മുഖം അന്വേഷിച്ച് ദൈവസന്നിധാനത്തിൽ വരുവാൻ ഇടയാക്കണമേ കർത്താവേ. ഹല്ലേലൂയ. 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 ഓ മഹത്വം ദൈവമേ, മഹത്വം മഹത്വം. സാന്നിധ്യത്തിനായി സ്തോത്ര, വിടുതലിനായി സ്തോത്ര, നന്മയ്ക്കായി സ്തോത്ര. ഹല്ലേലൂയ.
എല്ലാവരെയും ആശീർവദിച്ച് പ്രാർത്ഥിക്കുന്നു. അന്തരംഗ അനുഭവങ്ങൾ ഹല്ലേലൂയ അനുദിനവും പ്രകാശിക്കട്ടെ. ഹല്ലേലൂയ അന്തരംഗ ആത്മാവിൽ ഹല്ലേലൂയ അനുദിനം വളർച്ച ഉണ്ടാകട്ടെ. ഹല്ലേലൂയ അകത്ത് മനുഷ്യൻ പുതുക്കം പ്രാപിക്കട്ടെ. അനുദിനവും അകത്ത് മനുഷ്യൻ പുതുക്കം പ്രാപിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ അകത്ത് മനുഷ്യൻ വളരട്ടെ. ഹല്ലേലൂയ മഹത്വനാഥ ഹല്ലേലൂയ ദൈവത്തിന് മഹത്വം. ഹല്ലേലൂയ.